മലക്കപ്പാറയിൽ നിന്ന് തുടങ്ങി ഇടമലയാർ കാടിൻ്റെ ഉള്ളിലൂടെയും വാഴച്ചാൽ കാടിൻ്റെ ഉള്ളിലൂടെയുമുള്ള ആനമല ആതിരപ്പള്ളി റോഡിലൂടെയുള്ള ഒരു യാത്രയിലാണ് ഞങ്ങളുടെ ലക്ഷ്യം തൃശ്ശൂരാണ്. ഇപ്പോൾ ഞങ്ങൾ റൈഡ് ചെയ്ത് വരുന്നത് ഏകദേശം 50 കിലോമീറ്ററോളം ഉള്ള കാടിൻ്റെ ഉള്ളിലൂടെയാണ്. കാടെന്ന് പറഞ്ഞാൽ ആനയും പുലിയും കരടിയുമൊക്കെ വാഴുന്ന കൊടും കാടിൻ്റെ ഉള്ളിലൂടെ. ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വഞ്ചറസ് ജേണി തന്നെയാണ് ഇത്. ആതിരപ്പള്ളി വാഴച്ചാൽ വഴിയുള്ള യാത്രക്കാരെ വന്യജീവികൾ ആക്രമിച്ച വാർത്തകൾ അധികവും പത്രത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. ശരിക്കും ബൈക്കേഴ്സ് ശരിക്കും ശ്രദ്ധിച്ച് വേണം ഇതിലൂടെ യാത്ര ചെയ്യുവാൻ. ഓരോ വളവിലും അപകടം പതിയിരിക്കുന്നതാണെന്ന ബോധ്യത്തിൽ വേണം യാത്ര ചെയ്യാൻ. ഞങ്ങളിപ്പോൾ 5 ബൈക്കിലായി 6 പേരാണ് ഉള്ളത്. ഗ്രൂപ്പായിട്ട് തന്നെയാണ് റൈഡ് ചെയ്യുന്നത്. 2 പേർ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി ആനയോ പുലിയോ വന്നു കഴിഞ്ഞാൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ ശ്രദ്ധിച്ച് തന്നെ റൈഡ് ചെയ്യണം, യാത്ര ചെയ്യണം. ഈ സെഷനിൽ തൊട്ടാപ്പുര വ്യൂ പോയിൻ്റ് മുതൽ പെരിങ്ങൽക്കുത്ത് വ്യൂ പോയിൻ്റ് വരെയുള്ള 17 കിലോമീറ്റർ ദൂരത്തിലുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പെരിങ്ങൽക്കുത്ത് വ്യൂ പോയിൻ്റ് മനോഹരമായൊരു വ്യൂ പോയിൻ്റാണ്. അവിടെ നിന്ന് ചിലപ്പോൾ താഴെ റിസർവറിൽ ആനകളെ കാണാൻ പറ്റിയേക്കാം. ഇത്ര സമയം റൈഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാര്യമായ വന്യജീവികളൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ അത് ഭാഗ്യമോ നിർഭാഗ്യമോ ആയിരിക്കാം. ആനകളെ കണ്ടിട്ടുണ്ടായിരുന്നു കാട്ടിനുള്ളിൽ, പക്ഷെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഓരോ യാത്രകളും ശരിക്കും പറഞ്ഞാൽ ഓരോ അനുഭവങ്ങളാണ്. അതിനെപ്പറ്റി എത്ര വിവരിച്ചു കഴിഞ്ഞാലും അത് കേൾക്കുന്ന ആളിലേക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് മുഴുവനായിട്ട് എത്തണമെന്നുമില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള പല ആൾക്കാരും ഉണ്ടാവും. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ഇടുന്നത്. മഴക്കാലത്ത് ഇതിലൂടെ റൈഡ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഞങ്ങളെ കൂടെ വന്നവർ പറയുകയും ചെയ്തു ഉറപ്പായും മഴക്കാലത്ത് ഇതിലൂടെ ഒരു യാത്ര വരണമെന്ന്. അപ്പോൾ കോടയൊക്കെ നിറഞ്ഞ് കാട് വേറെ ഒരു മൂഡിലേക്ക് മാറിയിട്ടുണ്ടാവും. മഴക്കാലം എന്ന് പറഞ്ഞാൽ ശരിയായ കർക്കിടക മാസമൊക്കെ വന്നാൽ ചിലപ്പോൾ പെട്ടുപോകും. റോഡൊക്കെ ചിലപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഒന്നുകിൽ മഴ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം വരണം, അല്ലെങ്കിൽ മഴ അവസാനിക്കാറായ ആ ടൈം വരണം. ചിലർക്ക് ഈ റോഡ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു റോഡ് മാത്രമായിരിക്കാം. പക്ഷേ റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളവുകളും തിരിവുകളും ചുരങ്ങളും വൻമരങ്ങളും വെള്ളച്ചാട്ടവും ഒക്കെയുള്ള ഒരു ഡീപ്പ് ഫോറസ്റ്റ് വൈബുള്ള ഒരു റോഡാണിത്. അല്ലെങ്കിൽ അവരുടെ 7ാം സ്വർഗമായ മലക്കപ്പാറ വാൾപ്പാറയിലേക്കുള്ള ഒരു കവാടം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുന്ന് അധികം ദൂരമല്ലാതെയാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് ഉള്ളത്. കേരളത്തിലെ കാടുകൾ ഭരിക്കുന്നത് പുലികളും ആനകളും കാട്ടുപോത്തുകളൊക്കെയാണ്. കാട്ടിലെ ശരിക്കുള്ള രാജാവായ സിംഹം കേരളത്തിലെ കാടുകളിൽ എവിടെയുമില്ല. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് കാലാവസ്ഥയും സിംഹത്തിന് പറ്റിയതാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ കാടുകളിൽ സിംഹം ഇല്ലാത്തത്. ഷോളയാർ പവർ ഹൗസ് എൻ്റെ ഇടതുവശത്തായിട്ട് കുന്നിൻ്റെ ചെരുവിലാണുള്ളത്. ഷോളയാർ ഡാം ഈ മലയുടെ അപ്പുറത്തായിട്ടാണുള്ളത്. ഷോളയാർ ഡാമിലെ വെള്ളം തടഞ്ഞു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മലയാണ് ഈ വലതുഭാഗത്ത് കാണുന്ന മല. ഷോളയാർ റിസർവോയറിൽ നിന്നും
ഷോളയാർ പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് കാണുന്നത്. ഇങ്ങനെ പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ വെള്ളം കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പെൻസ്റ്റോക്ക് വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ട് കാണാം. അത് KCBയുടെ ഏരിയ ആണെന്ന് തോന്നുന്നു. ഒരു കിടിലൻ വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. സൂര്യൻ അതിൻ്റെ നിറമൊക്കെ മാറ്റി നല്ല ചുവപ്പ് നിറമായിട്ടുണ്ട്. സന്ധ്യയോടടുക്കുകയാണ് ടൈം. ഇത് ഈ കാണുന്നത് ഒരു ചുരം റോഡാണ്. ലോവർ ഷോളയാർ ഡാമിൽ നിന്ന് ഇറങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു ചുരം റോഡാണിത്. പതുക്കെ വേണം ഇതിലോട്ട് ഇറങ്ങാൻ. ചെറിയൊരു ഹെയർപിൻ വളവൊക്കെ ആയിട്ടുള്ള ഒരു റോഡാണിത്. ചുരമിറങ്ങി വന്നപ്പോഴേക്കും മരങ്ങൾക്കൊക്കെ ഒരു പച്ചപ്പ് വന്നിട്ടുണ്ട്. മുളങ്കാടുകളാണ് കൂടുതലും കാണാനുള്ളത്. താഴോട്ട് പോകുന്നതിന് ചൂടൽപ്പം കൂടിയിട്ടുണ്ട്. ജാക്കറ്റ് അഴിച്ചാലോ എന്നുള്ള ചിന്തയിലാണ്. ഇപ്പോൾ കൂടെയുള്ളവരൊക്കെ ജാക്കറ്റ് അഴിച്ച് ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ റൈഡ് ചെയ്യുന്നത്. എല്ലാവരോടും വാഴച്ചാൽ പാലത്തിൻ്റെ അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് പ്ലാൻ. കാടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് പിന്നെയും മറിയുന്നുണ്ട്. നല്ല പച്ചപ്പുള്ള കാടുകൾ പിന്നെയും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മാനുകളെ തീരെ കാണാൻ പറ്റിയിട്ടില്ല. മാനുകൾ ഇവിടെ കുറവാണെന്ന് തോന്നുന്നു. വയനാടൻ കാടുകളിലൂടെയൊക്കെ റൈഡ് ചെയ്യുമ്പോൾ മാൻകൂട്ടങ്ങൾ ധാരാളം കാണാൻ കിട്ടുമായിരുന്നു. അതുപോലെ കുരങ്ങുകളെ ഇവിടെ അധികം കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. അല്ലെങ്കിൽ ചെങ്കുത്തായ കുന്നുകളും മലകളൊക്കെ ഉള്ള സ്ഥലത്ത് മാനുകൾക്ക് പറ്റിയതല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും മാൻകൂട്ടങ്ങളൊക്കെ ഇവിടെ അത്രയും കുറവുള്ളത്. പെരിങ്ങൽക്കുത്ത് റിസർവോയർ ഏകദേശം എത്താറായിട്ടുണ്ട്. പെരിങ്ങൽക്കുത്ത് വ്യൂ പോയിന്റിൽ നിന്ന് ഇരുടായില്ലെങ്കിൽ നല്ല കാഴ്ചകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെരിങ്ങൽക്കുത്ത് മുതൽ വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരെയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ആ ചുവന്ന കാറ് കണ്ടോ? അത് ഞങ്ങൾ ആനയെ കാണാൻ വേണ്ടി നിർത്തിയപ്പോൾ അവിടെ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരിപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്.